നമസ്കാരം. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച പ്രവാസി മലയാളികളുടെ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ബന്ധുക്കൾ എത്തി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതോടെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു. മറ്റു രേഖകൾ കൂടി ലഭ്യമാകുന്ന മുറയ്ക്ക് ഇന്നോ നാളെയോ തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും. കെനിയയിലെ മലയാളി കൂട്ടായ്മകൾ ചേർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ്. അപകടത്തിൽ ചിതറിയ യാത്രാരേഖകൾ ഉൾപ്പെടെയുള്ളവ വീണ്ടെടുക്കുന്നതും ശ്രമകരമാണ്. സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനത്തോടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് ശ്രമം. ഖത്തറിൽ നിന്നും വിനോദയാത്ര പോയ പാലക്കാട് കോങ്ങാട് പുത്തൻപുര രാധാകൃഷ്ണന്റെ മകൾ റിയ ആൻ, മകൾ ടൈറ, തൃശൂർ സ്വദേശി ജസ്ന കുറ്റിക്കാട്ടുചാലിൽ, മകൾ 1.5 വയസ്സുകാരി റൂഹി മെഹറിൻ, തിരുവനന്തപുരം സ്വദേശി ഗീത ഷുജി ഐസക് എന്നിവരാണ് മരിച്ചത്. 28 അംഗ സംഘത്തിൽ 14 മലയാളികളാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റ മലയാളികളിൽ ഒരാളുടെ നില ഗുരുതരമാണ്. കെനിയയിലെ നെഹ്റൂവിലുണ്ടായ ബസ് അപകടത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കേരളീയർക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ഹെൽപ്പ് ഡെസ്കിലേക്കും വിളിക്കാവുന്നതാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നോർക്ക റൂട്ട്സ് വഴി ലോക കേരള സഭാംഗങ്ങൾ ഇടപെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പരിക്കേറ്റ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ നെയ്റോബിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് ലോക കേരള സഭാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ജൂൺ 9 ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിയോടെയാണ് വിനോദസഞ്ചാരത്തിനെത്തിയ 28 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെടുന്നത്. ഖത്തറിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തിയവരാണിവർ. നെയ്റോബിയിൽ നിന്നും 150 കിലോമീറ്റർ അകലെ നെഹ്റൂവിലായിരുന്നു അപകടമുണ്ടായത്. അതേസമയം മരിച്ച റിയയുടെ ഭർത്താവ് ജോയലിനെയും മകൻ ട്രാവിസിനെയും പരിക്കുകളോടെ പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തൃശൂർ ചാവക്കാട് വെങ്കിട സ്വദേശി കുറ്റിക്കാട്ടുചാലിൽ മുഹമ്മദ് ഹനീഫയുടെ ഭാര്യ ജസ്ന, 1.5 മാസം പ്രായമായ മകൾ റൂഹി എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. അപകടത്തിൽ മുഹമ്മദ് ഹനീഫയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ കുടുംബം ഏറെ വർഷങ്ങളായി ഖത്തറിലാണ് താമസം. ഖത്തറിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ഹനീഫ കഴിഞ്ഞ മാസം പിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി 5 ദിവസത്തെ ലീവിനായി നാട്ടിലെത്തിയിരുന്നു. ബലിപെരുന്നാളിന്റെ അവധിയിൽ ഖത്തറിൽ നിന്ന് ടൂറിന് പോയതായിരുന്നു മുഹമ്മദും കുടുംബവും. അപകട വാർത്തയറിഞ്ഞ മുഹമ്മദിന്റെ സഹോദരി ഹെബ, ഭർത്താവ് സുബൈർ എന്നിവർ ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. 1 വർഷം മുൻപാണ് മുഹമ്മദും കുടുംബവും ഒന്നിച്ച് വെങ്കിടങ്ങ് തൊയക്കാവിൽ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി നാട്ടിലെത്തിയത്. കെനിയയിൽ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായ ഗീത സുജി ഐസക്കിന്റെ മകൻ ഡോക്ടർ ജുവൽ കൊച്ചിയിലാണുള്ളത്. വാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാൻ ജുവലിന് സാധിച്ചിട്ടില്ല. ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടമെന്നും പിതാവ് സഹോദരനും പറഞ്ഞതായി കൊച്ചിയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ജുവൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംഭവ സ്ഥലത്ത് തന്നെ അമ്മയ്ക്ക് ജീവൻ നഷ്ടമായി. പിതാവും സഹോദരനും പരിക്കേറ്റ ആശുപത്രിയിലാണ്. സഹോദരന് ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് അറിയിച്ചത്. തങ്ങൾ വളർന്നത് ഖത്തറിലാണ്. അവിടെ നിന്ന് ഒരാഴ്ചത്തെ യാത്രയ്ക്കാണ് അവർ പുറപ്പെട്ടത്. എംബസിയിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. പിതാവിന്റെ സഹോദരൻ എമർജൻസി വിസ എടുത്ത് കെനിയയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നും ജുവൽ പറഞ്ഞു. ജൂൺ 6 ബലിപെരുന്നാൾ ദിനത്തിൽ ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് പോയ 28 പേരടങ്ങുന്ന വിനോദയാത്രാ സംഘമാണ് മധ്യ കെനിയയിലെ നാൻഡുറവ കൗണ്ടിയിൽ അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ വിനോദസഞ്ചാരികളുടെ ബസ് നാൻഡുറവ കൗണ്ടിയിലെ ഗിജാഗിൽ ഉൽജോറോ നഗ്രു ഹൈവേയിൽ നിയന്ത്രണം വിട്ട് തെന്നി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നുവെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബസിന്റെ മേൽക്കൂര തകർന്ന നിലയിലാണ് താഴെ പതിച്ചത്. ഖത്തറിൽ ബുധനാഴ്ച ദോഹയിൽ തിരിച്ചെത്തേണ്ടിയിരുന്ന സംഘമായിരുന്നു അപകടത്തിൽപ്പെട്ടത്.